നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ അടിയൊഴുക്കുകൾ സംഭവിച്ചപ്പോഴും കല്യാശ്ശേരിയുടെ ചുവന്ന മണ്ണ് ചുവന്ന് തന്നെ നിൽക്കുകയാണ്. കല്യാശ്ശേരിയുടെ യുവ MLA വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജിൻ MLA, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വീണ്ടും കല്യാശ്ശേരിയിൽ വിജയം നേടിയിരിക്കുക, എന്താണ് പറയാനുള്ളത്? കല്യാശ്ശേരിയിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകരെയും ഞാൻ ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ UDF അനുകൂലമായൊരു തരംഗമുണ്ടായി. അത് ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിതമായൊരു പരാജയം തന്നെയാണ്. അവിടെ ഒരു വലിയ വേദന ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഒരു പ്രയാസം നിൽക്കുന്നു. പക്ഷേ കല്യാശ്ശേരിയിലെ ജനങ്ങൾ UDF തരംഗത്തിനിടയിൽ ഇടതുപക്ഷത്തെ തിരഞ്ഞെടുത്തു. കല്യാശ്ശേരിയിലെ ജനങ്ങളോട് തന്നെയാണ് നന്ദി പറയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കല്യാശ്ശേരിയുടെ ജനങ്ങളോടൊപ്പം അവരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അവരോടൊപ്പം 5 വർഷക്കാലം പ്രവർത്തിക്കുക, അവരോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇടപെടും. അവർ നൽകിയ ഉത്തരവാദിത്തത്തെ ഗൗരവപൂർവ്വം തന്നെ നിർവഹിക്കും. എന്തായാലും ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ചെറിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായിരുന്നു. എന്നാലും മാടായിലും മാട്ടൂലും ഉൾപ്പെടെ വോട്ടുകൾ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അല്ല, തീർച്ചയായും അതിൽ കഴിഞ്ഞ 5 വർഷക്കാലം മാടായി മാട്ടൂലെന്നോ മറ്റ് എവിടെയെങ്കിലും വ്യത്യാസമില്ലാതെ തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുണ കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയും രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് പോലും ലഭിച്ചു എന്നത് തീർച്ചയായും സന്തോഷകരമാണ്. എല്ലാവരോടും നന്ദി പറയുകയാണ്. UDF തരംഗത്തിനിടയിലും കല്യാശ്ശേരിയെ ചുവപ്പിച്ച കല്യാശ്ശേരിയിലെ ജനതയോട് നന്ദി പറയുന്നു. മാടായി മാട്ടൂൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അതിൽ നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. അവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. കല്യാശ്ശേരിയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം എന്ന പോലെ അവരോടൊപ്പം 5 വർഷക്കാലം ഇനിയും അവരുടെ ജനപ്രതിനിധിയായി അവരിലൊരാളായി ഉണ്ടാകും. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇനി UDF സർക്കാരാണ് അധികാരത്തിലെത്താൻ വേണ്ടി പോകുന്നത്, തുടരാൻ സാധിക്കുമോ? എന്താണ് പറയാനുള്ളത്? അല്ല, അതിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്വം കൂടിയാണല്ലോ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അവിടെ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കും. അത് ഗവൺമെൻറ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ടെൻഡർ ചെയ്തും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതുമാണ്. അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കല്യാശ്ശേരിയിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഒരുപാട് പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ വേഗതയിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. തുടങ്ങിയത് പൂർത്തീകരിക്കും. പുതിയ പദ്ധതികൾ കല്യാശ്ശേരിയിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ തെരഞ്ഞെടുത്തൊരു ജനപ്രതി എന്ന രീതിയിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കല്യാശ്ശേരിയിൽ തന്നെ ഉണ്ടാവും. അവർ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലം ശ്രമിച്ചിട്ടുണ്ട്. ഈ 5 വർഷക്കാലവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുക്കും. എന്തായാലും ഇത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെടുത്തായിട്ട് ഈ വിധിയെ കാണുന്നുണ്ട്. ഇതിൽ നാം യഥാർത്ഥത്തിൽ കേരളത്തിലെ 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൻ്റെ എല്ലാ മേഖലയും, കാരണം ഒരു ഘട്ടത്തിൽ പോലും ജനങ്ങൾ നിരാശപ്പെടുത്താത്ത വിധത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളായാലും വികസനങ്ങളായാലും ഈ നാട് ആഗ്രഹിക്കത്തക്ക വിധത്തിൽ ആ മാറ്റമുണ്ടാക്കിയ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. പെൻഷൻ കൊടുത്താലും ചികിത്സാ സഹായം കൊടുത്താലും. പക്ഷേ എന്നെ വ്യക്തിപരമായി തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ജനങ്ങളോട് അത്രയും മാത്രം ചേർന്ന് നിന്നുകൊണ്ട് ജനകീയമായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദുരന്തഭൂമിയിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുണ്ടായത്. ആ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും രാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കപ്പെടേണ്ട ഒന്നായിരുന്നു. കാരണം അതിനെ തള്ളിപ്പറയാൻ കേരളത്തെ പ്രതിപക്ഷത്തിന് പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ഈ നിലയിലാണ് ചിന്തിച്ചതെന്നുള്ളത് അത് ഖേദകരമായ നിലയിലാണ്. ആ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചോ എന്തോ ആ നിലയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെന്ന രീതിയിൽ ജനങ്ങൾ സജീവമായിട്ട് ഇടപെടും. ജനങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കും. അത് തിരുത്തി ജനങ്ങളിൽ തന്നെ കൂടുതൽ സജീവമായിട്ട് ഈ നാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. എന്തായാലും 18,400-ലധികം വോട്ടുകൾക്ക് വിജയിക്കാൻ വേണ്ടി കല്യാശ്ശേരിയിൽ നിന്നും വിജിന് സാധിച്ചിട്ടുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.